കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴും അരച്ചാരോട് ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ട് മരണത്തെ പുൽകണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം പരലോക ജീവിതത്തിലുള്ള പ്രതീക്ഷയുണ്ടാകണം. അങ്ങനെയുള്ളൊരു വിശുദ്ധനെ കുറിച്ചാണ് ഇന്ന് വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഗുഡ്നസ് ടിവിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇംഗ്ലണ്ടിലെ ഒരു ഭവനം, അവിടെ ഒരു മനുഷ്യൻ വാതിലിൽ മുട്ടി. ഒരു പെൺകുട്ടി വന്ന് വാതിൽ തുറന്നു. അവളുടെ പേര് എലിസബത്ത് എന്നാണ്. അവളെ നോക്കിക്കൊണ്ട് ആഗതൻ ചോദിച്ചു, മോളെ, അപ്പച്ചൻ ഇവിടെയുണ്ടോ? ഇല്ല, കോടതിയിൽ പോയിരിക്കുകയാണ് എന്ന് അവൾ മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നീട് വരാം എന്ന് പറഞ്ഞ ആ ആഗതനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇവിടെ കയറിയിരുന്നോളൂ, അധികം താമസിക്കുന്നതിന് മുൻപേ അപ്പച്ചൻ ഇവിടെ വന്നു ചേരും. അയാൾ ആ വീടിനകത്തേക്ക് കയറി അവിടെ ഇരുന്നപ്പോൾ ഈ പെൺകുട്ടി അകത്തേക്ക് നോക്കി അവളുടെ അനുജനെ വിളിച്ചു, തോമസ്, ഇതാ ഒരു അങ്കിൾ അപ്പച്ചനെ കാണാൻ വന്നിരിക്കുന്നു, നീ ഇങ്ങോട്ട് വരിക. ആ കൊച്ചുകുട്ടി അപ്പോൾ തോമസ് എന്ന പേരായ ആ കുട്ടി ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, അങ്കിൾ എന്തിനാണ് വന്നിരിക്കുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ വീടിനടുത്ത് കുറേയേറെ സ്ഥലമുണ്ട്, അതും വളരെ കണ്ണായ സ്ഥലമാണ്. ആ സ്ഥലം കുറേയേറെ എൻ്റേതാണ്. അല്പം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കമ്പനി പണിയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കുറച്ച് പേരെ ഒഴിപ്പിക്കാനുണ്ട്. എത്രയേറെ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവർ ഒഴിഞ്ഞു പോകുന്നില്ല. മോൻ്റെ അപ്പച്ചൻ ഒരു വലിയ വക്കീലാണല്ലോ, ഏതെങ്കിലും ഒരു കേസുണ്ടാക്കി അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ കൊച്ചുകുട്ടി ഈ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, അങ്കിൾ, ഇതെന്തൊരു ക്രൂരതയാണ്. ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്കും ജീവിക്കേണ്ടതില്ലേ? അങ്ങനെ ഒരു കമ്പനി പണിത് അത് വിജയമാണെങ്കിൽ പോലും അത് എന്ത് മനസ്സമാധാനമാണ് അങ്ങേക്ക് നൽകുന്നത്? അങ്ങനെ നീണ്ട ഒരു സംഭാഷണത്തിനൊടുവിൽ ആ മനുഷ്യൻ ഈ കുട്ടിയുടെ പിതാവിനെ, വക്കീലിനെ കാണാതെ തന്നെ പുതിയൊരു തീരുമാനവും എടുത്ത് അവിടെ നിന്ന് പോയി. ആ കൊച്ചുകുട്ടിയുടെ പേരാണ് തോമസ് മൂർ. ധീര രക്തസാക്ഷിയായ, അനേകർക്ക് പ്രചോദനം പകർന്ന, ഇംഗ്ലണ്ടിൽ നിന്ന് ഉയർന്നു വന്ന സൂര്യനെ പോലെ വിശ്വാസത്തിൻ്റെ ദൃഢതയുള്ള ഒരു വലിയ മനുഷ്യൻ. ജോൺ മൂർ എന്ന മനുഷ്യന് 6 മക്കളുണ്ടായിരുന്നു. അതിൽ 2 പേർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അയാളും ഭാര്യയും 4 മക്കളുമടങ്ങുന്ന സംതൃപ്തമായ കുടുംബം അധികകാലം മുന്നോട്ട് പോയില്ല. കൊച്ചു തോമസിൻ്റെ ജനനത്തോടു കൂടെ തന്നെ മരിച്ചു പോയ ഭാര്യ, പിന്നീട് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതിന് അദ്ദേഹം മറ്റൊരു വിവാഹം കൂടി കഴിച്ചു. അതും ദൈവനിയോഗത്താലാകാം. ആ വിവാഹത്തിലെയും സ്ത്രീ പെട്ടെന്ന് മരിച്ചുപോയി. അതിനാൽ അയാൾക്ക് മറ്റൊരു വിവാഹം കൂടി കഴിക്കേണ്ടി വന്നു. അങ്ങനെ സംതൃപ്തമായിട്ടുള്ള ഒരു കുടുംബജീവിതം, വളരെയേറെ മനോഹരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് മാതൃക നൽകുന്ന ഒരു മനോഹരമായിട്ടുള്ള കുടുംബം തന്നെയായിരുന്നു ജോൺ മൂറിൻ്റേത്. അദ്ദേഹം തോമസിനെ വളരെയേറെ വളർത്തിക്കൊണ്ടുവരുന്നതിനും വളരെയേറെ വിദ്യാഭ്യാസം നൽകുന്നതിനും ശ്രദ്ധിച്ചിരുന്നു. അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ വളരെയേറെ ബുദ്ധിയിൽ വളരെയേറെ, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല പഠന കാര്യങ്ങളും വളരെയേറെ താല്പര്യം കാണിച്ചിരുന്ന മോർട്ടർ എന്ന മെത്രാൻ്റെ അടുത്തേക്ക് തൻ്റെ മകനെ കൊണ്ടുചെന്നു. അദ്ദേഹം അവനെ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അവനെ അവിടെ സ്വീകരിച്ചുകൊണ്ട് അവന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നു. ഈ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധൻ ഓർമ്മിക്കുന്നത്
ഒത്തിരിയേറെ പുസ്തകങ്ങൾ വായിച്ച് അറിവ് നേടി എന്നതിനേക്കാൾ ഉപരി ഈ പിതാവിൻ്റെ സ്നേഹസമ്പന്നമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അവനിൽ ഒത്തിരിയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏറ്റവും ഉയരത്തിലാണെങ്കിലും എങ്ങനെ എളിമയോടുകൂടി പെരുമാറണമെന്നും, അതുപോലെ തന്നെ പാപങ്ങളോടും ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരോടും ആർദ്രതയുള്ള ഹൃദയവുമായി ജീവിക്കണമെന്നും ഈ പിതാവിൽ നിന്ന് കിട്ടിയ വളരെയേറെ നല്ല മാതൃകകളാണ് തോമസിനെ മുന്നോട്ടേക്ക് നയിച്ചത്. അങ്ങനെ പഠനത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പിതാവ് തന്നെ അവന് വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണ്. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അവനെ ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളത്. അവൻ്റെ പിതാവിന് അതത്രയേറെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മകൻ അത്രയേറെ പഠിക്കണമെന്നൊന്നും അയാൾക്ക് ആഗ്രഹമില്ല. അയാളുടെ പിതാവും വക്കീലായിരുന്നു. ഇവൻ എങ്ങനെയെങ്കിലും ലോ പഠിച്ച് ജീവിതത്തിൽ വളരെയേറെ ഉയർന്നൊരു വക്കീലായിട്ട് ഉയർന്നു വരിക, തൻ്റെ പിതാവിൻ്റെയും തൻ്റെയും ജീവിതം വളരെയേറെ അനുഗ്രഹപൂർണമായിട്ടുള്ള, മറ്റുള്ളവർ അസൂയയോടെ നോക്കിക്കാണുന്ന അത്രയേറെ സാമ്പത്തിക ഭദ്രതയും അത്രയേറെ കഴിവുമുള്ള വക്കീലുമാരായിരുന്നു അവരുടെ ജീവിതം. അതുപോലെ മകനും ഉയർന്നു വരിക എന്ന ആഗ്രഹം മാത്രമാണ് പിതാവിനുണ്ടായിരുന്നത്. ഇവൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ച് അവിടെ ഗ്രീക്കും ലത്തീനും ആ കാലഘട്ടത്തിൽ അത് വളരെയേറെ ആവശ്യവുമായിരുന്നു. അത് ഉന്നതമായിട്ടുള്ള പഠനത്തിന് ഈ 2 ഭാഷകളും പഠിക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അവൻ അതെല്ലാം പഠിച്ചിരുന്നത്. അവന് ഗ്രീക്കിൽ കൂടുതൽ ജ്ഞാനം നേടണമെന്ന ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും കുറച്ചു കാലത്തെ പഠനങ്ങൾക്ക് ശേഷം അപ്പൻ അത് സമ്മതിച്ചില്ല. കാരണം ഇവിടെ പഠിച്ച് ജീവിതം കളയാതെ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് ഇറങ്ങണം എന്നതായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. അവനതിന് എതിര് നിൽക്കുന്നതുമില്ല. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു കർത്തൂസിയൻ സന്യാസിയുമായിട്ട് അദ്ദേഹം കുറേ കാലം ഒരുമിച്ച് താമസിച്ചിരുന്നു. ഈ കർത്തൂസിയൻ സന്യാസിയെ പോലെ അവൻ വ്രതവാഗ്ദാനം നടത്തിയിട്ടില്ലെങ്കിലും അതുപോലെയുള്ള പ്രാർത്ഥനാ ജീവിതവും അതുപോലെയുള്ള വിശുദ്ധിയുടെ ജീവിതവും നടത്തുവാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിശുദ്ധമായിട്ടുള്ള മനസ്സ് അവന് തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരികെ വന്ന് തൻ്റെ വക്കീൽ ജോലിയിൽ വ്യാപൃതനായ അദ്ദേഹം വളരെയേറെ വിജയം കണ്ടെത്തിയ ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ചിന്തകളെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വളരെയേറെ ചിന്തയോടെ വ്യാപരിച്ചിരുന്നു. വിവാഹം കഴിക്കണമോ, അല്ലെങ്കിൽ പുരോഹിതനാകണമോ, സന്യാസിയാകണമോ, ഇത്തരം ചിന്തകൾ നിരന്തരം അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. ഒരു പുരോഹിതനാകുക അത്ര എളുപ്പമല്ല എന്ന് അവനറിയാമായിരുന്നു. ഒരു പുരോഹിതൻ എന്നാൽ ജീവിതകാലം മുഴുവൻ വിശുദ്ധിയിൽ വ്യാപരിക്കേണ്ട മനുഷ്യനാണ്. തന്നെക്കൊണ്ട് അതാവില്ല എന്ന് അവൻ കണക്കുകൂട്ടി. ഒരു സന്യാസിയാകുക അതിനേക്കാൾ വളരെയേറെ പ്രയാസം നിറഞ്ഞ ഒരു വിളിയാണ് എന്ന ബോധ്യമുണ്ടായിരുന്ന അവൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഈ വിവാഹ ജീവിതത്തിൽ അവന് 4 മക്കളുണ്ടായി. വളരെയേറെ ആനന്ദകരമായ ജീവിതം. ഒരുപക്ഷെ കുടുംബജീവിതക്കാരുടെ മാതൃക എന്ന് പറയാൻ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വളരെയേറെ അനുഗ്രഹദായകമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതും അധികകാലം വിധി അനുവദിച്ചില്ല. ഭാര്യ മരിച്ചുപോയി. പിന്നീട് അദ്ദേഹം ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കുറേ കാലം കുട്ടികളുടെ അമ്മയായി അദ്ദേഹം തന്നെ ഈ കുട്ടികളെ പരിചരിക്കുന്നുണ്ട്. അത് സാധിക്കാതെ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു അമ്മയുടെ സ്നേഹം ലഭിക്കാൻ അദ്ദേഹം മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നു. തൻ്റെ പിതാവ് എപ്രകാരമാണോ തങ്ങളെ ശുശ്രൂഷിച്ച് നന്മയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്, അതുപോലെ തന്നെ തൻ്റെ കുട്ടികൾക്ക് സ്നേഹവും വിശ്വാസവും പകർന്നു നൽകുന്നതിന് തോമസ് അക്ഷീണം പ്രയത്നിച്ചിരുന്നു. തോമസിൻ്റെ 2ാമത്തെ ഭാര്യ ആദ്യ ഭാര്യയോട് അത്രയേറെ തീഷ്ണതയില്ലാത്ത ആളായിരുന്നു. ആഡംബരത്തിലും ആഡംബര ജീവിതത്തിലും കുറേയേറെ ശ്രദ്ധിച്ചിരുന്ന, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപദേശിച്ചിരുന്ന ഒരു സ്ത്രീ കൂടിയാണ് 2ാമത്തെ ഭാര്യ. തൻ്റെ വക്കീൽ ജീവിതം അത് വലിയ കൃപയിലും അനുഗ്രഹത്തിലും മുന്നോട്ട് പോകുമ്പോഴും എപ്പോഴും തനിക്ക് കിട്ടുന്ന കേസുകൾ അത് കോടതിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി
അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിനോട് അടുത്തറിയാവുന്ന ആളുകൾ പറയുന്നു. അതൊരു വിഡ്ഢിത്തരമാണ്. കാരണം കോടതിയുടെ അകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ കോടതിയുടെ അകത്ത് വ്യവഹാരങ്ങൾ തീർക്കുമ്പോഴാണ് പണം ലഭിക്കുന്നത്. അതിന് പുറത്ത് പലപ്പോഴും അതിൻ്റെ ഫീസ് ലഭിക്കുക സാധ്യമല്ല. എന്നിരുന്നാലും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ കോടതിയിലെത്താതെ അത് വിട്ടുവീഴ്ചയോടെ ചെയ്തു തീർക്കണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം പലരെയും സമീപിച്ചിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെയായിരുന്നാലും അദ്ദേഹം വർഷാവസാനം ഒരു നല്ല തുക അദ്ദേഹത്തിൻ്റെ ഈ അഭിഭാഷക വൃത്തിയിലൂടെ അദ്ദേഹം നേടിയിരുന്നതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കാലം മുന്നോട്ടും നീങ്ങവേ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജാവിൻ്റെ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയായി അദ്ദേഹം മാറി. ആ ഇടയ്ക്കാണ്, ആ സമയത്ത് രാജാവായിരുന്നത് ഹെൻറി ഏഴാമനാണ്. അദ്ദേഹത്തിൻ്റെ മകളെ സ്കോട്ട്ലൻഡിലെ രാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു. ഈ വിവാഹത്തിന് രാജാവിന് ഒത്തിരിയേറെ സ്ത്രീധനം നൽകേണ്ടതുണ്ട്. ഈ സ്ത്രീധനത്തുക തൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉപദേശക സംഘത്തെ, അതായത് ഈ പാർലമെൻറ്റിലെ അംഗങ്ങളെ സമീപിച്ചു. അവിടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. പാർലമെൻറ്റിലെ സമ്പത്ത്, രാജ്യത്തിൻ്റെ സമ്പത്ത് രാജാവ് ഉപയോഗിക്കുന്നത് അത്രയേറെ നല്ലതല്ല എന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ. അത് പരസ്യമായി പറയാൻ പലർക്കും മടിയുണ്ടായിരുന്നു. അതേസമയം രാജ്യത്തിൻ്റെ സമ്പത്ത് രാജാവിൻ്റേതാണ്, അത് ഉപയോഗിക്കാമെന്ന് ശക്തിയായി വാദിക്കുന്ന മറുപക്ഷവും. അങ്ങനെ ഇത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു. അത് തോമസ് മൂർ ആയിരുന്നു. അദ്ദേഹം ശക്തിയായി വാദിച്ചു. രാജ്യത്തിൻ്റെ സമ്പത്ത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ശക്തിയുക്തം അന്ന് അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ രാജാവ് ആഗ്രഹിച്ച പ്രകാരം കാര്യങ്ങൾ നടന്നില്ല. രാജാവിന് വിവാഹത്തിന് ചിലവാകേണ്ടതിൻ്റെ പകുതി മാത്രം നൽകുവാൻ ഈ യോഗം തീരുമാനമായി. പക്ഷേ ആ യോഗത്തിലൂടെ തോമസ് നേടിയെടുത്തത് രാജാവിൻ്റെ അപ്രീതിയാണ്. എങ്ങനെയെങ്കിലും പിന്നീട് തോമസിനെയും കുടുംബത്തെയും ആക്രമിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നിരന്തരം ദ്രോഹിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളുമായി പിന്നീട് രാജാവ് മുന്നോട്ട് പോവുകയാണ്. കള്ളക്കേസിൽ കുടുക്കിയതിൻ്റെ പേരിൽ തോമസിൻ്റെ പിതാവായ ജോൺ മൂറിന് 100 പവൻ തന്നെ രാജസന്നിധിയിൽ അടക്കേണ്ടി വന്നതായും ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒത്തിരിയേറെ അപ്രീതിക്ക് കാരണമായതിനാൽ അദ്ദേഹം കുറേ കാലം ഈ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കൂടുതൽ അറിവ് സമ്പാദിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ഹെൻറി എട്ടാമൻ രാജാവായി. ഹെൻറി എട്ടാമൻ രാജാവായി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വീണ്ടും കടന്നു വരുന്നുണ്ട്. ആ കാലഘട്ടം വളരെയേറെ അനുഗ്രഹദായകമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തെ വളരെയേറെ പുതിയ രാജാവ് സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ഹെൻറി എട്ടാമൻ അദ്ദേഹം പുരോഹിതനാകാൻ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ്. അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൻ്റെ, അടിയുറച്ച സഭയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വക്താവായിരുന്നു ഹെൻറി എട്ടാമൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ലണ്ടൻ നഗരത്തിൻ്റെ നിയമനിർമ്മാണ സമിതിയിലേക്ക്, അതിൻ്റെ പ്രാമുഖ്യമായിട്ടുള്ള കസേരയിലേക്ക്, ജഡ്ജി സ്ഥാനം തന്നെ, അതിലേക്കാണ് തോമസ് മൂർ പിന്നീട് ജോലി ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒത്തിരിയേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മാർപ്പാപ്പയുടെ കപ്പൽ രാജ്യത്തിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് അടുക്കുകയും അത് രാജാവിൻ്റെ അവകാശമാണ് എന്ന് ഒരു കേസുണ്ടാകുകയും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല എന്നൊരു കേസുണ്ടാകുകയും പിന്നീട് മാർപ്പാപ്പ തൻ്റെ പ്രതിനിധിയെ അയച്ച് അതിന് ദ്വിഭാഷിയായി തോമസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ സമർത്ഥമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യുന്നതിന് തോമസിന് സാധിച്ചു. ഇതെല്ലാം രാജാവ് സാഹൂതം കാണുന്നുണ്ടായിരുന്നു.
ഈ കേസുകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത രീതി രാജാവിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറി. പിന്നീട് രാജാവിൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ തോമസ് മൂറിൻ്റെ ഭവനത്തിലേക്ക് വരും. രണ്ടുപേരും സുഹൃത്തുക്കളെപ്പോലെ ദീർഘസമയം സംസാരിച്ചിരിക്കും. ഒത്തിരിയേറെ സൗഹൃദങ്ങൾ, രാജ്യത്തെക്കുറിച്ചുള്ള ദീർഘവീക്ഷണങ്ങൾ, സഭയെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാം അവരുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ, സ്നേഹ സംഭാഷണങ്ങളിൽ നിറഞ്ഞു നിന്ന വളരെയേറെ സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടം. തോമസിനെ കാണാതെ ഹെൻറി രാജാവിന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. അത്രയേറെ സ്നേഹബന്ധത്തിലേക്ക് അവരുടെ സൗഹൃദം വളർന്നിരുന്നു. ആ ഇടയ്ക്കാണ് വൂൾസ് എന്ന് പറയുന്ന കർദിനാളിനെ രാജാവ് പുറത്താക്കി എന്ന വലിയ സന്ദേശം ലോകം മുഴുവൻ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ കർദിനാളിനെ പുറത്താക്കിയത്? അതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. ഹെൻറി എട്ടാമൻ്റെ ഭാര്യയായിരുന്നു കാതറിൻ. കാതറിൻ അയൽ രാജാവിൻ്റെ മകളാണ്. കാതറിനുമായിട്ടുള്ള വിവാഹം സത്യത്തിൽ അത് ഹെൻറിയുമായിട്ട് നിശ്ചയിച്ചിരുന്ന വിവാഹമായിരുന്നില്ല. ഹെൻറിയുടെ സഹോദരൻ ആർതറുമായിട്ടാണ് ആ വിവാഹം ആദ്യമേ നടത്തിയിരുന്നത്. അന്ന് രണ്ടു പേർക്കും വിവാഹത്തിന് പ്രായമായിരുന്നില്ല. എന്നിരുന്നാലും സഭയുടെ പ്രത്യേക അനുമതിയോടുകൂടി വിവാഹം നടത്തി. താമസിക്കാതെ ആർതർ മരിച്ചുപോയി. ആർതർ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹെൻറി ഈ സ്ത്രീയെ പുനർവിവാഹം ചെയ്യുകയായിരുന്നു. അന്ന് ഹെൻറിക്ക് 18 വയസ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കാതറിന് അന്ന് 24 വയസ്സുമാണ് പ്രായമുണ്ടായിരുന്നത്. അവരുടെ ദാമ്പത്യവല്യതയിൽ ആദ്യം കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. എന്നിരുന്നാലും തനിക്കൊരു ആൺകുട്ടി ജനിക്കാത്തതിനാൽ അദ്ദേഹത്തിന് വളരെയേറെ പ്രയാസമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ആനി ബോൾ എന്ന് പറയുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവിടെ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നതും അവൾ കാതറിൻ്റെ കൂടെ തോഴിയായിട്ട് ജോലി ചെയ്യുന്നു. ഈ സമയത്ത് ഹെൻറിയുടെ മനസ്സ് ആനി ബോളിലേക്ക് പതിയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആനി ബോളിനെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹം ഈ രാജാവിന് വളരെയേറെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു. ആ ഇടയ്ക്ക് തന്നെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് കാതറിൻ്റെ പിതാവ് അറിയുകയും അദ്ദേഹം ഫ്രാൻസിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നതിൻ്റെ പേരിൽ വളരെയേറെ അകന്നു ചാൾസ് രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നും. എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കി പുതിയൊരു വിവാഹം കഴിക്കണം. അതിന് സഭയുടെ അനുമതി വേണം. ആ സമയത്താണ് വൂൾസ് എന്ന് പറയുന്ന ഈ കർദിനാൾ അദ്ദേഹത്തിനെ സഹായിക്കാമെന്ന് ഏറ്റത്. ഈ കർദിനാളിന് മാർപ്പാപ്പയാകണം എന്ന ഒരാഗ്രഹം കൂടി ഉള്ളിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായി റോമിൽ നിന്ന് ഒരു മെത്രാനെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുകയും ഈ വിവാഹം നിയമപരമായിട്ട് നടന്നതാണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ അദ്ദേഹം ഈ വിവാഹം തൻ്റെ അനിയനുമായിട്ട് നടന്ന സഹോദരനുമായിട്ട് നടന്നതാണെന്നും മാത്രമല്ല താൻ നിർബന്ധിതനായി കല്യാണം കഴിച്ചതാണെന്നും അതുമൂലം തനിക്ക് ആൺകുട്ടികളിലില്ലാത്തത് ദൈവശിക്ഷയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിൽ വളരെയേറെ ബോധ്യം വരാത്തത് കൊണ്ടാകാം സഭ അതിനെക്കുറിച്ച് പെട്ടെന്ന് ഒരു തീരുമാനം പറഞ്ഞില്ല. എന്ന് മാത്രമല്ല മാർപ്പാപ്പയുടെ ചിന്തയനുസരിച്ച് കുറേ നാളുകൾ നീട്ടിക്കൊണ്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറും എന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ ആ ആഗ്രഹം നടപ്പിലായില്ല. അദ്ദേഹം നിരന്തരമായിട്ട് ഈ കല്യാണത്തിന് വേണ്ടി സഭയുടെ അധികാരികളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ മാർപ്പാപ്പ ഈ കേസ് ഇംഗ്ലണ്ടിൽ നിന്ന് തിരികെ തൻ്റെ വത്തിക്കാൻ്റെ കൊട്ടാരത്തിലേക്ക്, വത്തിക്കാൻ്റെ കോടതിയിലേക്ക് മാറ്റി.
അവിടെയുള്ള മെത്രാനെ, ഈ കേസന്വേഷിച്ചു കൊണ്ടിരുന്ന മെത്രാനെ തിരികെ വിളിച്ചു. അതിൽ കുപിതനായ ഹെൻറി അവിടെയുള്ള പുരോഹിതന്മാർക്കും അതുപോലെയുള്ള മെത്രാന്മാർക്കും എതിരെ കേസുകൾ നടത്തുകയും അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി തൻ്റെ ഭാഗത്താക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലേക്ക് ഇനി ഇംഗ്ലണ്ടിലെ സഭയുമായി മാർപ്പാപ്പയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഹെൻറി പ്രഖ്യാപിച്ചു. സഭയുടെ അധിപതി താനാണെന്നും സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അത് റോമിലുള്ള മാർപ്പാപ്പയല്ല, മറിച്ച് ഈ ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായിരിക്കണം എന്നും അദ്ദേഹം നിയമം പാസാക്കി. ആ നിയമത്തിൽ നിന്ന് എതിർത്ത് നിന്നവരെയെല്ലാം അദ്ദേഹം കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. ഈ സമയത്ത് തോമസ് മൂർ തൻ്റെ ജോലി രാജിവെച്ച് വീട്ടിലേക്ക് തിരികെ പോയി. എന്നാൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. കാരണം പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചത് മാർട്ടിൻ ലൂതറിൻ്റെ അനുയായിയായിരുന്നു. അദ്ദേഹം എപ്രകാരമെങ്കിലും ഈ രാജാവിനെ സഹായിക്കണം എന്ന ചിന്തയുമായി, രാജാവിൻ്റെ ഒരു ആജ്ഞാനുവർത്തി മാത്രമായി അദ്ദേഹം രാജാവിനോടൊപ്പം നിൽക്കുകയും അങ്ങനെ നിയമം പാസ്സാക്കുകയും ചെയ്തു. ഇനി തനിക്കെതിരെ നിന്നവരെ തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുക എന്ന ദൗത്യം മാത്രമായി രാജാവിൽ അവശേഷിച്ചിരുന്നത്. അങ്ങനെ കർത്തൂസിയൻ സന്യാസിമാരെ, നിരവധിയായിട്ടുള്ള കർത്തൂസിയൻ സന്യാസിമാരെ, ധാരാളം പുരോഹിതന്മാരെ, ജോൺ ഫിഷർ എന്ന് പറയുന്ന ബിഷപ്പിനെ, അതുപോലെ തന്നെ തോമസ് മൂറിനെയൊക്കെ ശിക്ഷയ്ക്ക് വിധേയനാക്കി. അദ്ദേഹം ഈ തോമസ് മൂറിനെയും ജോൺ ഫിഷറിനെയുമെല്ലാം നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണം, ഇംഗ്ലണ്ടിലെ സന്യാസിനി എന്നറിയപ്പെടുന്ന എലിസബത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ രാജാവിനെതിരെ നിരന്തരം എഴുതി. അത് തോമസ് മൂറിൻ്റെയും ജോൺ ഫിഷറിൻ്റെയും സാന്നിധ്യം കൊണ്ടാണ് എന്ന് കുറ്റമാരോപിച്ചുകൊണ്ടാണ് രണ്ടുപേരെയും ജയിലിലാക്കുന്നത്. തോമസ് മൂറിനെ മനസ്സ് മാറ്റിയെടുക്കാം എന്ന ചിന്ത രാജാവിനും മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. നിരന്തരം അതിനുവേണ്ടി അദ്ദേഹത്തെ വിചാരണ ചെയ്യുമ്പോൾ കർത്തൂസിയൻ സന്യാസിമാരെ വളരെയേറെ പീഡിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടത്തിക്കൊണ്ടു പോകുമായിരുന്നു. കാരണം ആ പീഡനങ്ങൾ കണ്ട് അദ്ദേഹം മനസ്സ് മാറണം. ഈ ചിന്തയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൂത്ത മകളെ, 4 മക്കളിൽ മൂത്ത മകളുടെ പേര് എലിസബത്ത് എന്നാണ്. എലിസബത്തിനെ നിരന്തരമായിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് ഈ അധികാരികൾ അയക്കുമായിരുന്നു. അവൾക്കറിയാം പിതാവിന് ദൈവത്തോടുള്ള അഗാധമായിട്ടുള്ള അല്ലെങ്കിൽ സഭയോടുള്ള അഗാധമായിട്ടുള്ള ബന്ധമറിയാം. എന്നിരുന്നാലും പിതാവിനെ ഈ ബന്ധനത്തിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി അവൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവൾ അപ്പനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. എത്രയോ രസകരമായി ഈ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു. അപ്പൻ ഉപദേശിക്കുമ്പോൾ അപ്പൻ അവളോട് പറയുന്നുണ്ട്, മോളെ, ഏദൻ തോട്ടത്തിൽ ഹവ്വ ആദിമ മനുഷ്യനെ പ്രലോഭിപ്പിച്ചതുപോലെ നീ എന്നെ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നതിന് വേണ്ടി പ്രലോഭിപ്പിക്കരുത് എന്ന് തമാശ രൂപേണ പറയുന്ന ഒരു പിതാവിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എത്രയേറെ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അദ്ദേഹം തൻ്റെ വിശ്വാസത്തിൽ നിന്ന്, അടിയുറച്ച കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് മാറി നിൽക്കുകയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരു വേള അദ്ദേഹത്തിനെ വിചാരണ ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ഇവിടെ രാജാവിനെ മാർപ്പാപ്പിയാക്കിയാൽ താങ്കൾ അംഗീകരിക്കുമോ? അപ്പോൾ അതിന് മറുപടിയായി ശാന്തമായി അദ്ദേഹം പറയുന്നത്, ഈ പാർലമെൻറ്റ് ദൈവമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കേണ്ടി വരുമോ? അതുപോലെ തന്നെയാണ് പാർലമെൻറ്റ് ഇവിടെ രാജാവിനെ മാർപ്പാപ്പിയാക്കി തിരഞ്ഞെടുത്താലും എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ കൂടെ സഭയുണ്ട്, സഭയാണ് ആത്യന്തികമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന ഉറച്ച ചിന്ത അദ്ദേഹം ആ സമൂഹത്തിന് നൽകുകയായിരുന്നു. അങ്ങനെ എല്ലാ പ്രലോഭനങ്ങളും നടത്തിയിട്ടും അദ്ദേഹം തിരികെ തൻ്റെ ആവശ്യത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയാണ്. തൂക്കിക്കൊല്ലാൻ അദ്ദേഹത്തെ വിധിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റ് വിശുദ്ധന്മാർ മരിച്ച അതേ ദിവസം തന്നെ
മരിക്കണമെന്ന ഒരാഗ്രഹമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത്രയേറെ നടപ്പിലാക്കപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണദിവസം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അരാച്ചർ അറിയിച്ചു, ഇന്ന് 10 മണിക്ക് മുൻപ് താങ്കൾ കൊല്ലപ്പെടും. താങ്കളെ തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിരുന്നതെങ്കിലും രാജാവ് താങ്കളോടുള്ള സ്നേഹത്തെ പ്രതി ആ തീരുമാനത്തിൽ നിന്ന് മാറ്റി താങ്കളെ കഴുത്ത് വെട്ടിക്കൊല്ലാനാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിന് സന്തോഷത്തോടു കൂടി ആ ആജ്ഞയെ സ്വീകരിക്കുന്നു. എന്നിട്ട് അരാച്ചാരുടെ കൂടെ അദ്ദേഹം തൻ്റെ കഴുത്ത് വെട്ടാനുള്ള തട്ടിലേക്ക് കയറുമ്പോൾ അദ്ദേഹം തമാശയോടുകൂടി പറയുന്നുണ്ട്, ഈ തട്ട് ഇളകിയാടുന്നുണ്ട്, ഞാൻ താഴെ വീഴാതെ താങ്കൾ എന്നെ സംരക്ഷിക്കണം. താഴേക്ക് വരുമ്പോൾ താങ്കൾ എന്നെ നോക്കേണ്ടതില്ല, കാരണം ഞാൻ തനിയെ ശക്തിയോടുകൂടി വന്നുകൊള്ളാം എന്ന് തമാശ രൂപേണ പറയുന്ന ഈ വിശുദ്ധൻ്റെ ചിത്രം നമ്മളിൽ സ്വർഗത്തെക്കുറിച്ചുള്ള എത്രയേറെ ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ അദ്ദേഹം അവസാന ആഗ്രഹമായി പറയുന്നത്, തന്നെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കഴുത്ത് വെട്ടുന്ന ഈ അരാച്ചാർക്ക് ഒരു സ്വർണ്ണ നാണയം കൊടുക്കാൻ രാജാവിനോട് പറയണം, സമ്മാനമായി ഒരു സ്വർണ്ണ നാണയം കൊടുക്കാൻ രാജാവിനോട് പറയണം എന്നാണ്. രാജാവ് ആനിബോളുമായി ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത രാജകിങ്കരന്മാർ രാജാവിനെ അറിയിക്കുന്നത്. അപ്പോൾ രാജാവ് ഈ പ്രകാരം ആനിബോളിനോട് പറഞ്ഞു എന്ന് ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, ഈ മരണം നിനക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അദ്ദേഹത്തെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം കളിയും നിർത്തി തൻ്റെ മുറിയിലേക്ക് പോയി തേങ്ങിക്കരഞ്ഞു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അത്രയേറെ സ്നേഹിച്ചിരുന്നിട്ടും അത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടും ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്ന് മനസ്സ് മാറ്റാൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഇരുന്ന ഈ പുണ്യാത്മാവ് സഭയോട് ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം കാലങ്ങൾക്ക് ശേഷം 11-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. സഭയിലൂടെയാണ് രക്ഷ കൈവരുന്നത്. സഭ ഒരാളല്ല, അദ്ദേഹത്തിൻ്റെ സഭയുടെ പിന്നിൽ അനേകായിരങ്ങളുടെ പ്രാർത്ഥനയും അനേകായിരങ്ങളുടെ സഹായമുണ്ട് എന്ന് ഓരോ വചനത്തിലൂടെയും പഠിപ്പിച്ച വിശുദ്ധൻ. അതേ, സഭ ഒറ്റയ്ക്കല്ല, ഓരോ വിശുദ്ധർക്കും ശക്തി നൽകുന്നത് അനേകായിരങ്ങളുടെ കൂപ്പിയ കരങ്ങളാണ് എന്ന ബോധ്യമുണ്ടായിരുന്ന തോമസ് മൂർ സഭയിൽ വിശ്വാസ തീഷ്ണതയോടെ ജീവിക്കുവാനുള്ള ഒരു വലിയ സന്ദേശമാണ്, അനുഗ്രഹമാണ് നമുക്ക് നൽകുന്നത്. വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തോമസ് മൂറിനെ പോലെ യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ എല്ലാ പ്രേക്ഷകരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.